എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് 10ാമത്തെ ചാപ്റ്ററാണ്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദി കോൾഡ് വാർ എറ, ശീതസമര കാലഘട്ടം എന്നാണ്. ഈ ചാപ്റ്ററിൽ തന്നെ ആദ്യം തന്നെ പഠിക്കാനുള്ളത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ചാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസ്. ഇത് 3 മാർക്കിന് എക്സാമിന് ചോദിക്കും. എന്താണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി? ചുരുക്കി വിവരിക്കുക എന്നാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊരു ഈ പാഠത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ശീതസമരം അല്ലെങ്കിൽ ശീതയുദ്ധം? വാട്ട് ഈസ് കോൾഡ് വാർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ കുറേ സൈനിക സഖ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മിലിറ്ററി അലയൻസ്, അത് ആ ഭാഗത്തുനിന്ന് വൺ വേഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും, അത് നോക്കണം. ഇത്രയുമാണ് 10ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 11ാമത്തെ ചാപ്റ്റർ 8 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ്. എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുധ്രുവ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം. ഈ ചാപ്റ്റർ നമ്മൾ സോവിയറ്റ് യൂണിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുണ്ടായ കാരണങ്ങൾ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ശിഥിലീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. അത് 8 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 6 മാർക്കിനും ചോദിക്കാം. സോവിയറ്റ് യൂണിയൻ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ, സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, അല്ലെങ്കിൽ ഈ സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. മറ്റൊന്നാണ് ഷോക്ക് തെറാപ്പി അഥവാ ഷോക്ക് ചികിത്സ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. എന്താണ് ഷോക്ക് തെറാപ്പി? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. അപ്പോൾ ഷോക്ക് തെറാപ്പി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവണോ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് 11ാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. 12ാമത്തെ ചാപ്റ്ററും 8 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ്. അമേരിക്കൻ ആധിപത്യം ലോക രാഷ്ട്രീയത്തിൽ, US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് 9/11 അഥവാ 9/11 ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള യുദ്ധം. അതായത് 9/11 എന്നാൽ എന്തെന്നുള്ളത് ഒരു 4 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അവിടുത്തെ ചോദ്യം വരിക ഈ 9/11 എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. മറ്റൊന്നാണ് ആധിപത്യം, അർത്ഥവും സവിശേഷതകളും, ഹെജിമണി, മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്. നമുക്കറിയാം അമേരിക്കൻ ആധിപത്യത്തിന് 3 തലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് 8 മാർക്കിന് ചോദിക്കും. ആദ്യത്തേത് എന്താണ്? ആധിപത്യം മാരക ശക്തി എന്ന നിലയിൽ, ഹെജിമണി ആസ് എ ഹാർഡ് പവർ. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഹെജിമണി ആസ് എ സ്ട്രക്ചറൽ പവർ, ഘടനാപരമായ ശക്തി. മൂന്നാമത്തേത് എന്താ? മൃദുല ശക്തി, സോഫ്റ്റ് പവർ. അപ്പം ഇത് 3ഉം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയെക്കുറിച്ച്, അമേരിക്കൻ ആധിപത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു തലത്തെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് 3ഉം 8 മാർക്കിന് ചോദിക്കാം. അപ്പം നമ്മൾ ആ 8 മാർക്കിനുള്ള രീതിയിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവണം. ഇനി 13ാമത്തെ ചാപ്റ്ററാണ്. 13ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രങ്ങൾ, ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ളതാണ്. ഈ ചാപ്റ്റർ ആദ്യം പഠിക്കേണ്ടത് യൂറോപ്യൻ യൂണിയനെ കുറിച്ചാണ്. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു തവണ എസ്എ ചോദിച്ചതാണ് യൂറോപ്യൻ യൂണിയനെ കുറിച്ച്. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് കുറിപ്പ് എഴുതാനൊക്കെ 8 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കും. അപ്പോൾ ആ ഒരു രീതി പഠിച്ചിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ആസിയാൻ, തെക്ക് കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാൻ. ആസിയാനെ കുറിച്ച് നമ്മളോട് ചോദിക്കും. ആസിയാൻ എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ആക്ടിവിറ്റീസും കൂടി എഴുതണം. അതിൻ്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് റൈസ് ഓഫ് ചൈനീസ് എക്കണോമി, ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച. ഈ ഭാഗത്തുനിന്ന് വരെ 8 മാർക്കിന് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതായത് ചൈന സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥയുടെ കാര്യങ്ങൾ, അതിൻ്റെ ഉയർച്ചയ്ക്ക് എങ്ങനെ കാരണമായി എന്നൊക്കെ ഒരു തവണ 8 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയും കൂടി നോക്കിയിട്ടുണ്ടാവണം. ഇന്ന് നോക്കാനുള്ളതാണ് 14ാമത്തെ ചാപ്റ്റർ, സമകാലിക ദക്ഷിണേഷ്യ, കണ്ടംപററി സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ ആദ്യം നോക്കാനുള്ളതാണ് ശ്രീലങ്കയിലെ വംശീയ പോരാട്ടവും ജനാധിപത്യവും, എത്നിക് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡെമോക്രസി ഇൻ ശ്രീലങ്ക. അവിടെ നമ്മൾ ചോദിക്കുക ഈ ശ്രീലങ്കയിലെ വംശീയ പോരാട്ടം എന്തായിരുന്നു,
എന്നാണ് ചോദിക്കുക. അതായത് അവിടുത്തെ എത്നിക് കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു എന്നാണ് ചോദിക്കുക. ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതാണ് നമുക്ക് അവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്. മറ്റൊന്നാണ് സാർക്ക്. നമ്മൾ പറഞ്ഞു ആസിയാൻ എന്നൊരു സംഘടനയെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെയുള്ള മറ്റൊരു സംഘടനയാണ് സാർക്ക്. എക്സാമിന് ചോദിക്കും. സാർക്കിൻ്റെ പരിമിതികളും പങ്കും പരിശോധിക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്ന് 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ സാർക്കിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവണം നോക്കിയിട്ടുണ്ടാവണം. സാർക്കും ആസിയാനും 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 15ാമത്തെ ചാപ്റ്റർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, അന്തർദേശീയ സംഘടനകൾ. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടന, UN, യുണൈറ്റഡ് നേഷൻസ്, അതിനെക്കുറിച്ച് നോക്കണം. എക്സാമിന് ചോദിക്കുക. അതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് 3 മാർക്കിന് ചോദിക്കുക. പിന്നെ ചോദിക്കുന്നതാണ് ഘടനകളുടെയും പ്രക്രിയകളുടെയും പരിഷ്കരണം, അതായത് റിഫോം ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ്. അതായത് ഇങ്ങനെയാണ് ചോദിക്കുക. ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്ഥാനം വേണമെന്ന് അഭിപ്രായപ്പെടുന്നത്, അതിന് ഇന്ത്യക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് എക്സാമിന് ചോദിക്കുക. അതൊന്ന് നോക്കിയിട്ടുണ്ടാവണം. ഇനി 16ാമത്തെ ചാപ്റ്റർ സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്, സമകാലിക ലോകത്തിലെ സുരക്ഷ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നോക്കേണ്ടതാണ് ഭീഷണികളുടെ പുതിയ സ്രോതസ്സുകൾ, ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ്. 5 പോയിന്റ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഭീകരവാദം, മനുഷ്യാവകാശ ലംഘനം, ആഗോള ദാരിദ്ര്യം, കുടിയേറ്റം, പകർച്ചവ്യാധികൾ. ആ 5 മാർക്കിന് നമ്മളോട് ചോദിക്കും. അപ്പോൾ 5 മാർക്ക് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഭീഷണികളുടെ പുതിയ സ്രോതസ്സുകൾ, ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ്. അതാണ് നമ്മുടെ 16ാമത്തെ ചാപ്റ്റർ നോക്കാനുള്ളത്. ഇനി 17ാമത്തെ ചാപ്റ്റർ എൻവയൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും. ഇവിടെ നോക്കേണ്ടത് ആഗോള രാഷ്ട്രീയത്തിലെ പാരിസ്ഥിതിക ഉത്കണ്ഠകൾ, എൻവയൺമെൻറ്റൽ കൺസേൺസ് ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ്. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ഈ ആഗോള ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടല്ലോ, വെള്ളപ്പൊക്കം, വനനശീകരണം, മരം മുറിക്കൽ, അതൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ അറിയണം. അതായത് പരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പാഠത്തിൽ അറിഞ്ഞാൽ മതി. പിന്നെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ് 18ാമത്തെ ചാപ്റ്റർ. ഇവിടെ ചാപ്റ്ററിൻ്റെ പേര് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്നാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്നാൽ എന്ത്. 2 മാർക്കും ചോദിക്കും. എന്താണ് ആഗോളവൽക്കരണം എന്ന് അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിലെ പ്രത്യാഘാതങ്ങൾ. 8 മാർക്കും ചോദിക്കും. 3 പ്രത്യാഘാതങ്ങളാണുള്ളത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, പിന്നെന്താ സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ. ഇതൊക്കെയാണ് +2 പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാവേണ്ടത്.